രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ശുഗനെ അവര് ബന്ധനത്തിൽ വെച്ചു, യാതൊരു ഉപദ്രവവും ചെയ്യാതെ. തുടർന്ന് ലങ്കയിലേക്ക് കടക്കണം. അതിനെന്താ മാർഗം? അതിന് മാർഗമായിട്ടുള്ളത് സേതു ബന്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാ ചെയ്യുക? ഉടൻ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് രാമനോട് പറഞ്ഞു, ദേവപ്രവരനായ ഒരു വരുണനെ സേവിക്ക വേണം, എന്നാൽ വഴിയും തരും. വരുണനാണല്ലോ സമുദ്രത്തിന്റെ അധിപൻ, അദ്ദേഹത്തെ അങ്ങ് തപസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വരുണൻ നിശ്ചയമായിട്ടും അങ്ങയ്ക്ക് സമുദ്രം കടന്ന് മറുവശത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതായ സൗകര്യം ഒരുക്കിത്തരും. ശ്രീരാമചന്ദ്രന് അത് വളരെ സ്വീകാര്യമായി തോന്നി. അദ്ദേഹം വളരെയേറെ ഭക്തിയോടുകൂടിയിട്ട് 3 അഹോരാത്രം 3 പകലും 3 രാത്രിയും വരുണനെ ഉപാസിച്ചു. എന്നിട്ടും വരുണനെ കണ്ടില്ല. അപ്പോഴേക്കും രാമൻ കോപിച്ചു. ലക്ഷ്മണനോട് പറഞ്ഞു, കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ, കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം. അല്ലയോ കുമാര ലക്ഷ്മണ, നീ എൻ്റെ വില്ലും എൻ്റെ അമ്പും കൊണ്ടുവരൂ. എൻ്റെ അസ്ത്രപ്രയോഗത്തിലുള്ളതായ വൈദഗ്ധ്യം കണ്ടുകൊള്ളുക. ഞാൻ വരുണന്റെ നേരെ ഈ അമ്പുകൾ പ്രയോഗിക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് പെരുവഴി വീഴുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. നമുക്ക് കടന്ന് ലങ്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ സമുദ്രത്തിലൂടെ വേണ്ടുന്നതായ വഴി വരുണഭഗവാൻ തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ അമ്പുകൾ കൊണ്ട് ഈ സമുദ്രത്തെ മുഴുവൻ ഞാൻ വറ്റിച്ച് കളയും, ഭസ്മമാക്കിയും കളയും. പണ്ട് ഈ സമുദ്രത്തെ വളർത്തത് എൻ്റെ പൂർവികന്മാരാണ്, സാഗരന്മാർ. ഭഗീരഥൻ തൻ്റെ കാരണവന്മാരായിരിക്കുന്ന സാഗരന്മാർക്ക് മോചനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെല്ലാം അങ്ങ് പാതാളത്തിൽ കപിലൻ്റെ നേത്രാഗ്നിയിൽ ദഹിച്ചു കിടക്കുകയാണ്. വിഷ്ണുവിൻ്റെ പാദത്തിൽ നിന്ന് തൻ്റെ തപോബലത്താൽ ഗംഗയെ കൊണ്ടുവന്നു ദേവലോകത്തിലൂടെ ഭൂമണ്ഡലത്തിലൂടെ പാതാളത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചു. ആ വഴിയിൽ ഭൂമണ്ഡലം കടന്ന് പാതാളത്തിലേക്ക് പോകുന്ന വഴിക്കാണ് വറ്റി വരണ്ടു കിടക്കുന്ന വലിയ കുഴികൾ. അവ നിറച്ചു ഈ ഗംഗാജലത്താൽ. അങ്ങനെയാണ് സാഗരങ്ങളുണ്ടായത്. സഗരന്റെ വംശത്തിൽ പിറന്ന ഭഗീരഥൻ വളർത്തി. അതുകൊണ്ട് ഈ സമുദ്രങ്ങൾക്ക് സാഗരം എന്ന് പേര്. അങ്ങനെ എൻ്റെ പൂർവികന്മാർ വളർത്തിയതാണ് ഈ സാഗരം. അതിനെ ഞാൻ വെള്ളമില്ലാത്തതാക്കി തീർക്കുന്നുണ്ട്. നഷ്ടമാക്കിയിടുവൻ വെള്ളം കവികുലം പുഷ്ടമോദം പാദചാരേണ പോകണം. നിമിഷമാത്രം കൊണ്ട് തന്നെ ഞാൻ ഈ സമുദ്രം നിറയെ കിടക്കുന്നതായ വെള്ളം നഷ്ടമാക്കും, ഇല്ലാതാക്കും. അതിൻ്റെ അടിത്തട്ടിലൂടി, ഉണങ്ങി വരണ്ടു കിടക്കുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ടിലൂടി എൻ്റെ സൈന്യം നടന്ന് ലങ്കയിലേക്ക് പോകട്ടെ എന്ന് രാമൻ പറഞ്ഞു. ലക്ഷ്മണൻ കൊടുത്തതായ വില്ലുയർത്തി ഞാണേറ്റി അതിൽ അമ്പ് തൊടുത്തു. അപ്പോഴേക്കും സമുദ്രമാകെ ഇളകി മറിഞ്ഞു. അബ്ധിയും ക്ഷോഭിച്ചു മിട്ടാൽ കവിഞ്ഞ് സമുദ്രം രാമന്റെ ആ കരുത്തിൻ്റെ മുന്നിൽ ആകെ ഭയന്ന ഇളകി മറിയാൻ തുടങ്ങി. ഉയർന്നതായ തരംഗമാലകൾ ഇങ്ങനെ ആകാശം മുട്ടുമാറ് എമ്പാടും നിറഞ്ഞു കാണപ്പെട്ടു. ആ സമുദ്രത്തിനുള്ളിലുള്ളതായ വിവിധങ്ങളായ ജലജന്തുക്കൾ എല്ലാവരും ആകെ ഭയന്നു. വരുണദേവൻ ശ്രീരാമചന്ദ്രൻ്റെ മുന്നിലെത്തി ഭക്തിയോടുകൂടി രാമന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് രാമനെ സ്തുതിച്ചു. അല്ലയോ രാമ, ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക, ത്രാഹിമാം ത്രാഹിമാം വിഷ്ണോ ജഗൽപദേ. അല്ലയോ രാമ,
ത്രാഹിമാം, എന്നെ രക്ഷിച്ചാലും, എന്നെ രക്ഷിച്ചാലും. 3 ലോകങ്ങളെയും രക്ഷിക്കുന്നവനായ രാമ, നീ എന്നെ രക്ഷിച്ചാലും. അല്ലയോ വിഷ്ണു, ജഗൽപതേ, ലോകത്തിന് മുഴുവൻ ഈശ്വരനായിരിക്കുന്നവനെ രാമ, നീ എന്നെ രക്ഷിച്ചാലും. ഇതാണ് ശ്രീരാമചന്ദ്രൻ്റെ കരുത്ത്. ഇതാണ് മനുഷ്യൻ്റെ കരുത്ത്. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കരുത്ത്. ധർമ്മത്തിൻ്റെ പന്ഥാവിൽ നിന്നുകൊണ്ട് ധർമ്മത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് യാതൊരു ഭയവും കൂടാതെ കൃത്യമായി പ്രവർത്തിക്കണം. തടസ്സമായി ആര് നിന്നാലും, അത് ദേവന്മാർ തന്നെ ആയിക്കൊള്ളട്ടെ, ആ ദേവനെ വെല്ലുവിളിക്കണം, ആ ദേവനെ പരാജയപ്പെടുത്തണം. ധർമ്മത്തിൻ്റെ കഠിനമായിരിക്കുന്ന തപശ്ചര്യ ദേവന്മാരെ മുഴുവൻ പരാജയപ്പെടുത്തുവാനുള്ളതായ കരുത്ത് നമുക്ക് പകരും. മനുഷ്യൻ്റെ കരുത്ത് ഇതാണ്, തപസ്വിയുടെ കരുത്ത് ഇതാണ്. അതിനാൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോഴേക്കും അതിൻ്റെ മുന്നിൽ ഒരിക്കലും ഭയന്നു പോകരുത്, അതിൻ്റെ മുന്നിൽ വിറച്ചു പോകരുത്. കരുത്തോടു കൂടിയിട്ട് ശക്തിയെല്ലാം സംഭരിച്ച് ആ എതിർപ്പുകളെല്ലാം അഭിമുഖീകരിക്കണം. നമ്മുടെ ഭാരതത്തിലെ നമ്മുടെ പൂർവികന്മാർ മുന്നിൽ വന്നതായ സകല എതിർപ്പുകളെയും കരുത്തോടുകൂടി അഭിമുഖീകരിച്ചതുകൊണ്ടാണ് സ്വതന്ത്ര രാജ്യമായിട്ട് ഭാരത സംസ്കാരത്തെ സമ്പൂർണമായി നിലനിർത്തുന്ന പരമ്പരയായിട്ട് ലോകത്തിന് മുഴുവൻ ശാന്തി നൽകിക്കൊണ്ട് നാം ഇന്നും വിളങ്ങുന്നത് എന്നറിയണം. അതെല്ലാം ആ കരുത്തിൻ്റെ പ്രയോജനമാണ്. അതിനാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും തളർന്നു പോകരുത്, തകർന്നു പോകരുത്. എതിർക്കുന്നവർ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, കരുത്തോടു കൂടിയിട്ട് അവരെ പരാജയപ്പെടുത്തുക. ഇതാണ് രാമായണത്തിൻ്റെ സന്ദേശം. ചാപം ആനയ സൗമിത്രേ ശരാംശ്ച ആശീ വിഷോപമാൻ. അല്ലയോ ലക്ഷ്മണ, വാൽമീകി രാമായണമാണിത്. അല്ലയോ ലക്ഷ്മണ, നീ വില്ല് കൊണ്ടുവാ. ക്രൂരമായ വിഷമത്തോടുകൂടിയ പാമ്പുകളെപ്പോലെ അത്യധികം ശക്തമായിരിക്കുന്ന എൻ്റെ അമ്പുകളെയും കൊണ്ടുവാ. സമുദ്രം ശോഷയിഷ്യാമി, ഈ സമുദ്രത്തെ ഞാൻ ഉണക്കുന്നുണ്ട്. പദ്ഭ്യാം യാന്തുപ്ലവംഗമാഹ, എൻ്റെ വാനരവീരന്മാർ നടന്ന് ലങ്കയിലേക്ക് പോയിക്കൊള്ളട്ടെ. ഇങ്ങനെ കരുത്തോടു കൂടിയിട്ട് മനുഷ്യൻ ഉണർന്നപ്പോൾ പ്രകൃതി പോലും, സമുദ്രദേവൻ പോലും ആ മനുഷ്യൻ്റെ മുന്നിൽ കീഴടങ്ങി. അങ്ങനെ ശത്രുവിനെ വരച്ച വരയിൽ നിർത്തി ധർമ്മം നടപ്പിലാക്കാനുള്ള കരുത്ത് തപസ്വിക്കുണ്ട്, മനുഷ്യനുണ്ട് എന്ന കാര്യം രാമൻ ഈ സന്ദർഭത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. വരണൻ രാമനെ സ്തുതിച്ചു. ഹലോ രാമ, അങ്ങാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടി, രക്ഷ, സംഹാരം ഇത്യാദികളെല്ലാം ചെയ്യുന്നത്. അങ്ങ് അനേകം പദാർത്ഥങ്ങളെ ജഡസ്വഭാവത്തോടുകൂടിയാണ് സൃഷ്ടിച്ചത്. വിശേഷിച്ചും എന്നെ, ജലദേവതയായിരിക്കുന്ന എന്നെ താമസ ഗുണപ്രധാനനായിട്ടാണ് അങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഞാൻ അങ്ങയുടെ മഹത്വത്തെ എങ്ങനെ തിരിച്ചറിയാൻ? അല്ലയോ ഭഗവാനെ, ഞാൻ അങ്ങയെ ആദ്യം തിരിച്ചറിഞ്ഞില്ല, മനസ്സിലാക്കിയില്ല. അങ്ങയുടെ ആഹ്വാനത്തെ ഞാൻ ചെവിക്കൊണ്ടില്ല. അത് എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന തമോ ഗുണത്താൽ, അങ്ങ് തന്നെ തന്ന തമോ ഗുണത്താൽ. അങ്ങാണ് ആ തമോ ഗുണത്തെ എൻ്റെ ഹൃദയത്തിൽ നിറച്ചത്. അങ്ങ് എന്നോട് ക്ഷമിക്കണം, എന്നെ രക്ഷിക്കണം. വരുണൻ ഭഗവാനോട്, രാമനോട് പറയുകയാണ്, അല്ലയോ രാമ, മോക്ഷധനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ എറിഞ്ഞിടുന്നു? അങ്ങ് മോക്ഷത്തെ നൽകുന്നവനായിട്ടുള്ള ദേവദേവനാണ്. അങ്ങനെയുള്ള അങ്ങയെ മൂർഖനായിരിക്കുന്ന, ബുദ്ധിഹീനനായിരിക്കുന്ന ഞാൻ എങ്ങനെ തിരിച്ചറിയാൻ? അതുകൊണ്ട് ഞാൻ അങ്ങയെ തിരിച്ചറിയാത്തതിൽ അങ്ങ് ഒരിക്കലും എന്നോട് ക്രോധിക്കരുത്. അങ്ങ് എന്നെ അനുഗ്രഹിക്കണം. ശ്രീരാമമീശം ശരണംഗതോസ്മി, ഞാൻ ഈശ്വരനായിരിക്കുന്ന ശ്രീരാമനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്നിങ്ങനെ വരുണൻ രാമനോട് പ്രാർത്ഥിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ വരുണന് അഭയം കൊടുത്തു. എന്നിട്ട്
ലങ്കയിലേക്ക് പോകാനുള്ളതായ വഴി അത് ഉടനെ തന്നെ ഒരുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആ അവസരത്തിൽ വരുണൻ രാമനോട് പറഞ്ഞു, സേതുബന്ധിക്ക നളനാങ്കവിവരൻ ഏതും അവനൊരു ദണ്ഡമുണ്ടായി വരാ. വാനരവീരന്മാരുടെ കൂട്ടത്തിൽ നളൻ എന്ന് പേരായിട്ടുള്ള വാനരാധിപരുണ്ടല്ലോ, അദ്ദേഹം വിശ്വകർമാവിൻ്റെ മകനാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ച സൃഷ്ടിക്കുള്ളതായ സകല മികവുകളും നളനുണ്ട്. നളൻ സേതുബന്ധിക്കട്ടെ, അവന് യാതൊരു കുറവും യാതൊരു തടസ്സവും ഉണ്ടാവില്ല. ആ അവസരത്തിൽ ആ സേതുവിനെ വേണ്ടുന്ന പ്രകാരത്തിൽ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. വരുണൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീരാമചന്ദ്രൻ ഉടനെ തന്നെ സേതുബന്ധനത്തിനായി തീരുമാനിച്ചു. ആജ്ഞ ചെയ്തു സേതു സംബന്ധനെ. വാനരങ്ങളെ വിളിച്ചിട്ട് സുഗ്രീവന്റെ മുന്നിൽ വെച്ച്, ലക്ഷ്മണന്റെ മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം കൽപ്പിച്ചു സേതുബന്ധനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളാൻ. അപ്പോൾ എല്ലാവരും ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ച്, ഏതൊരു കർമ്മവും വിജയിക്കണമെങ്കിൽ ഭഗവാനെ സങ്കല്പിക്കണം, ഭഗവാനെ നമസ്കരിക്കണം, ഭക്തിയോടുകൂടിയിട്ട് ഭഗവാനെ പൂജ ചെയ്യണം. അങ്ങനെ രാമനെ നമസ്കരിച്ച് രാമനെ പൂജ ചെയ്ത് അവര് സർവദിക്കിങ്കലും നിന്ന് സരഭസം പർവ്വത പാഷാണ പാതപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങി തെരുതെരെ കുണ്ഠവിഹീനം പടുത്തു തുടങ്ങിനാൻ. ഈ വാനരങ്ങൾ രാമനെ വന്ദിച്ച് എല്ലാ ദിക്കുകളിലേക്കും പോയി. ആ ദിക്കുകളിൽ നിന്നെല്ലാം വലിയ പർവ്വതങ്ങൾ, വലിയ വലിയ പാറക്കെട്ടുകൾ, വലിയ വലിയ തടികൾ, ഇവയെല്ലാം വളരെ വേഗത്തിൽ അങ്ങോട്ട് കൊണ്ടുവരാൻ തുടങ്ങി. ഇങ്ങനെ വാനരന്മാർ കൊണ്ടുവരുന്നതായ പാറക്കെട്ടുകളെയും പർവ്വതങ്ങളെയും തടികളെയും എല്ലാം നളൻ വാങ്ങിയിട്ട് വളരെ വേഗത്തിൽ ആ സേതുബന്ധനത്തിൻ്റെ പ്രക്രിയ ആരംഭിച്ചു. 100 യോജന നീളം വേണം സേതുവിന്, എങ്കിലേ ലങ്കാപുരിയിൽ എത്തുകയുള്ളൂ. ധനുഷ്കോടിയിൽ നിന്ന് 100 യോജന അകലം വരെ എത്തണം സേതു. അതിന് നീളം 100 യോജന, സേതുവിന് വീതി 10 യോജന. ആ കണക്കിന് സേതു ബന്ധിക്കാനായി തുടങ്ങി. ഇങ്ങനെ സേതുബന്ധനത്തിനുള്ള എല്ലാം ഒരുങ്ങി സേതുബന്ധനം ആരംഭിക്കുമ്പോൾ മഹാകർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടത് ഭഗവത് പൂജയോടുകൂടി വേണ്ടിയിട്ടാണ്. ഭഗവത് പൂജയോടുകൂടിയിട്ടാണ്. ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തു? പരമാത്മാവായിരിക്കുന്ന താൻ തന്നെയായ സാക്ഷാൽ മഹാദേവനെ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് പൂജ ചെയ്യുകയാണ്. വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമം അരുൾ ചെയ്തു. വ്യോമകേശനായിരിക്കുന്ന ആകാശം തലമുടിയായിട്ടുള്ള ജഡയായിട്ടുള്ള പരമേശ്വരനായിരിക്കുന്ന ശങ്കരനെ, മംഗളത്തെ നൽകുന്നവൻ ശങ്കരനെ അദ്ദേഹത്തിന് രാമേശ്വരൻ എന്ന് പേരിട്ടിട്ട് അദ്ദേഹത്തെ ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ, ഏറ്റവും മംഗളകരമായിരിക്കുന്നതായ മുഹൂർത്തത്തിൽ അവിടെ ആ സമുദ്രതീരത്ത് പ്രതിഷ്ഠിച്ച് എന്തിനു വേണ്ടിയിട്ട്? ത്രിലോകഹിതാർത്ഥമായി 3 ലോകങ്ങളുടെയും നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് മഹാദേവനെ അവിടെ പ്രതിഷ്ഠിച്ച് പൂജിച്ച് വന്ദിച്ച് ഭക്തിയ നമസ്കൃത്യ രാജീവലോചനൻ ഏവം അരുൾ ചെയ്തു. അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ച് അദ്ദേഹത്തെ പൂജിച്ച് അദ്ദേഹത്തെ വന്ദിച്ച് ഭക്തിയോടുകൂടിയിട്ട് ആ പ്രതിഷ്ഠയുടെ മാഹാത്മ്യം എങ്ങനെയാണ് രാമേശ്വരനെ പൂജിക്കേണ്ടത് എന്ന് അവിടെ കൂടി നിൽക്കുന്ന എല്ലാ വാനരങ്ങളോടും അദ്ദേഹം പറഞ്ഞു. ഏതൊരു മനുഷ്യനാണോ ഇവിടെ വന്നിട്ട് ഈ സേതുബന്ധം കണ്ട് രാമേശ്വരനെയും നേരിട്ട് കണ്ട് ഭക്തിയോടുകൂടി ഭജിക്കുന്നത്, അവന് ബ്രഹ്മഹത്യാദി പാപങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും ആ പാപങ്ങളെല്ലാം അകന്നുപോകും. സർവ പാപങ്ങളും അകന്നുപോയി ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ. എൻ്റെ അനുഗ്രഹത്താൽ അവൻ ശുദ്ധനായി തീരും. മുക്തിയും വന്നിടും, ഇല്ലൊരു സംശയം. അവന് മുക്തിയും ഉണ്ടാകും, മോക്ഷവും ഉണ്ടാകും. എല്ലാ പാപങ്ങളും മറ്റും മോക്ഷം, ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ സേതുവിൽ വന്ന് സ്നാനം ചെയ്യണം. എന്നിട്ട് സർവ്വജഗത്തിനും ഈശ്വരനായിരിക്കുന്ന രാമേശ്വരനെ വന്ദിക്കണം.
അതിനുശേഷം അവിടെ നിന്ന് നേരെ വാരാണസിയിലേക്ക്, കാശിയിലേക്ക് പോകണം. അവിടെ ചെന്ന് ഗംഗയിൽ സ്നാനം ചെയ്യണം. സ്നാനം ചെയ്ത് വിശ്വനാഥനെയും വന്ദിച്ച് ഗംഗാസലിലവും കൊണ്ടുവന്ന് ഇവിടെ രാമേശ്വരന് അഭിഷേകം കഴിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സായുജ്യം വരും. അതിനില്ലൊരു സംശയം. ആരാണോ ഇങ്ങനെ ഭക്തിയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നത് അവർക്ക് സായുജ്യം കൈവരും ഈ ജന്മത്തിൽ തന്നെ. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് ശ്രീരാമചന്ദ്ര മഹാപ്രഭു രാമേശ്വര പ്രതിഷ്ഠ ചെയ്തിട്ട് എല്ലാ വാനരങ്ങളോടും പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോടെല്ലാം അദ്ദേഹം അവിടെ നിന്നിട്ട് പ്രഖ്യാപിച്ചു. സേതുബന്ധനം ആരംഭിച്ചു. നളൻ വാനരങ്ങൾ എല്ലായിടത്തു നിന്നും സേതുബന്ധനത്തിന് വേണ്ടുന്നതായ പദാർത്ഥങ്ങൾ കൊണ്ടുവന്നു. ആദ്യത്തെ ദിവസം 14 യോജന ദൈർഘ്യത്തിൽ ജോലി നടന്നു. രണ്ടാം ദിവസം 20 യോജന, മൂന്നാം ദിവസം പിന്നെ 21 യോജന, നാലാം ദിവസം 22 യോജന, അഞ്ചാം ദിവസം 23 യോജന, അങ്ങനെ 100 യോജനയും തികച്ചു. 10 യോജന വീതിയിൽ, 100 യോജന നീളത്തിൽ 5 ദിവസം കൊണ്ട് രാമസേതു അവിടെ നിർമ്മിക്കപ്പെട്ടു. ഇന്നും രാമസേതു അവിടെ തന്നെയുണ്ട്. 13 ലക്ഷം വർഷങ്ങൾക്ക് അപ്പുറത്താണ് ശ്രീരാമചന്ദ്രൻ അവതരിച്ചതും ഈ മഹാകർമ്മങ്ങൾ ചെയ്തതും. അന്ന് നമ്മുടെ കാരണവന്മാരായിരിക്കുന്ന വാനരങ്ങൾ അവിടെ ബന്ധിച്ച ആ അദ്ഭുതാകാരമായ രാമേശ്വരത്തിൽ നിന്നിട്ട് അങ്ങ് ലങ്ക വരെ പോകുന്ന, ധനുഷ്കോടിയിൽ നിന്ന് ലങ്ക വരെ പോകുന്ന ആ സേതു ഇന്നും അവിടെ നമുക്ക് കാണുവാനായി സാധിക്കും. ചിലയിടങ്ങളിൽ അത് സമുദ്ര ജലനിരപ്പിന് മുകളിൽ കാണാം. ബാക്കി പല ഭാഗങ്ങളും സമുദ്രത്തിൻ്റെ ജലനിരപ്പിൽ നിന്നിട്ട് 1 അടി താഴെയായി, ചിലയിടത്ത് 2 അടി താഴെയായി, ചിലയിടത്ത് 3 അടി താഴെയായി അങ്ങനെ കിടപ്പുണ്ട്. കാരണം ഭൂമിയുടെ ഉപരിതലത്തിൽ വന്നതായ മാറ്റം, സമുദ്രത്തിലെ ജലനിരപ്പ് ഉയർന്നത്, ഈ കാരണങ്ങളാൽ കുറേ ഭാഗത്ത് കാണാൻ കഴിയും രാമസേതു, കുറേ ഭാഗത്ത് കാണാൻ കഴിയില്ല. എങ്കിലും അതിൻ്റെ ഫോട്ടോ ആർക്കിയോളജി വകുപ്പുകാർ അത് അവരുടെ ഉപകരണങ്ങൾ കൊണ്ട് എടുത്തിട്ടുണ്ട്. എന്തിന്, അമേരിക്ക പോലും അവരുടെ സാറ്റലൈറ്റിൽ നിന്ന് ഈ രാമസേതുവിൻ്റെ ഫോട്ടോ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. ഈ വർണ്ണിച്ചിരിക്കുന്ന പ്രകാരത്തിലുള്ള രാമസേതു അവിടെയുണ്ട്. അക്കാരണത്താൽ കപ്പലുകൾക്ക്, പടിഞ്ഞാറ് നിന്ന് വരുന്ന കപ്പലുകൾക്ക് കിഴക്കോട്ട് പോകണം, കിഴക്കു നിന്ന് വരുന്ന കപ്പലുകൾക്ക് പടിഞ്ഞാറോട്ട് പോകണം. അതിന് ലങ്കയെ ചുറ്റിയേ പോകാൻ പറ്റൂ. ശ്രീലങ്കയ്ക്കും ഭാരതത്തിനും ഇടയ്ക്ക് ഉള്ളതായ ആ കടലിലൂടെ രാമേശ്വരത്തിന് സമീപത്തൂടെ കടന്നു പോകാൻ പറ്റൂല. കാരണം കുറുകെ വലിയ പർവ്വതങ്ങൾ കൊണ്ടുള്ളതായ സേതു അങ്ങനെ ഭാരതത്തെയും ശ്രീലങ്കയെയും ബന്ധിച്ച് അവിടെ കിടക്കുന്നു. അതുകൊണ്ട് അതിലെ കപ്പലുകൾക്ക് കടന്നു പോകാൻ സാധ്യമേ അല്ല. അതുകൊണ്ട് കപ്പലുകളെല്ലാം ശ്രീലങ്കയെ ചുറ്റിയാണ് കിഴക്ക് നിന്ന് പടിഞ്ഞാറും പടിഞ്ഞാറ് നിന്ന് കിഴക്കും പോവുക. ഇടയ്ക്ക് ആ രാമസേതുവിനെ തകർത്തിട്ട് അതിലെ കപ്പൽ ചാല് നിർമ്മിക്കാൻ ഒരു പദ്ധതി ഇവിടെ പലരും ചേർന്ന് സംഘടിപ്പിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. ആ പദ്ധതികളെല്ലാം ആ പ്രകാരത്തിൽ തന്നെ തകർന്നു പോയി. തകർന്നത് രാമസേതു അല്ല, തകർന്നത് അതിനെ തകർക്കാൻ പുറപ്പെട്ട പദ്ധതികളായിരുന്നു. ആ രാമസേതു അവിടെ ഇന്നും 13 ലക്ഷം വർഷങ്ങൾക്കപ്പുറത്ത് നമ്മുടെ കാരണവന്മാരുടെ ആ കരുത്തിൻ്റെയും ഭക്തിയുടെയും ദൃഷ്ടാന്തമായിട്ട് അവിടെ കിടക്കുന്നു. അങ്ങനെ 5 ദിവസം കൊണ്ട് രാമസേതു നിബന്ധിച്ചു.